ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ് മിഷീൻ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം സമയം 11:50 ആയിട്ടുണ്ട്. രാത്രിയാണ്. ഞാൻ 50 അല്ലേ, പിന്നെ ഞങ്ങൾ റൂമിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ മമ്മിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം 12 മണിയാകുമ്പം മമ്മിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് പറയാണ് നമ്മളിരിക്കുന്നത് കേട്ടോ. അപ്പം മമ്മിക്കുള്ള കേക്കൊക്കെ നമ്മൾ മേടിച്ച് ഫ്രിഡ്ജിൽ കൊണ്ട്. നീ പറയുന്നോ ഞാൻ പറയുന്നോ എന്നാ ചെയ്യുന്നേ? അപ്പം മമ്മിക്കുള്ള കേക്കൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ച് കേക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മമ്മി കാണാണ്ട് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജൊക്കെ പൂട്ടി വെച്ചേക്കുവാണ്. മമ്മി പോയി റൂമിൽ പോയി ഇപ്പോൾ കിടന്നിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറായിട്ടേ ഉള്ളൂ പോയിട്ട്. അപ്പം 12 മണിയാകുമ്പോൾ നമുക്ക് നൈസായിട്ട് മമ്മിയെ വിളിച്ചുണർത്തിയിട്ട് മമ്മിക്ക് സർപ്രൈസ് ആയിട്ട് എല്ലാ ഗിഫ്റ്റും കേക്കൊക്കെ നമുക്ക് പോകും. അപ്പം നമുക്ക് 12 മണിയാകുമ്പം മമ്മിയെ പോയി റൂമിൽ പോയി കൊട്ടി വിളിച്ചുണർത്തിയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരു സർപ്രൈസ് പൊളിക്കാം. പറ നമുക്ക് കൊടുക്കാം. അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറ. കൊടുക്കാം. ശരി, അപ്പൊ നമുക്ക് 12 മണിക്ക് കാണാന്ന് പറ. കാണാം. ശരിക്കും പറഞ്ഞാലേ മമ്മിക്ക് നാളെ മമ്മിയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം മമ്മിക്ക് അറിയില്ല കേട്ടോ. മമ്മി മറന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഓർപ്പിക്കാനൊന്നും പോയിട്ടില്ല. കാരണം നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ വന്നേരം വിചാരിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞാൻ പോയിട്ടൊരു സാരി വാങ്ങിച്ചു മമ്മിക്ക്. ഇതാണ് സാരി. ഇതിനകത്താണ് ഞാനിപ്പോൾ നിങ്ങളെ എടുത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. സാരിയാണ്. മമ്മി തന്നെ വന്നിട്ട് ഓപ്പൺ ചെയ്ത് കേട്ടോ. അല്ലെങ്കിൽ വേണോ ഞാൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. സാരിയാണ് കേട്ടോ. സാരിയാണ് മമ്മിക്കുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഇപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ഗോൾഡൊന്നും വാങ്ങാനുള്ള ഒരു സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പ്ലാൻ ചെയ്ത് ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചു. എൻ്റെ കൈ കിടക്കുന്ന മോതിരം ഊരിയിട്ട് മമ്മിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ എൻ്റെ കയ്യിലുള്ള മോതിരം. ഇത് ഞാൻ മമ്മിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കൊടുക്കാം. അപ്പോൾ സമയം ഏകദേശം 12 മണിയാകാൻ 5 മിനിറ്റുണ്ട്. നമുക്ക് പതിയെ നൈസായിട്ട് കേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് മമ്മിയുടെ ഡോറ് ലോക്കായോ എന്നൊക്കെ ഒന്ന് പതിയെ നോക്കട്ടെ, ലൈറ്റ് ഓഫായോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ.
ബെല്ലൂന് ഊതുക്കെടുത്താൻ മറന്നുപോയി അമ്മ ഒന്ന് ഊതിയേക്ക്. അമ്മയ്ക്ക് സമ്മാനം കൊടുക്കണ്ടേ? നീ അമ്മയ്ക്ക് സമ്മാന വിതരണമാണ്. അമ്മയ്ക്ക് ചെറിയൊരു സമ്മാനമാണ്. താങ്ക് യു. ചെറിയൊരു സമ്മാനം. ഐഹാമാന് ഒരു ഉമ്മ കൊടുത്തേ പോയി. ഐഹാമാന് തലവേദനയായിട്ട് കിടക്കുമായിരുന്നേ. അതിൽ നിന്ന് വിളിച്ചുണർത്തിയത് കൊണ്ടുള്ള പ്രശ്നമാണ് ഐഹാമാന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചത്. ഐഹാമാൻ ഒന്നും സംഭവം അറിഞ്ഞില്ല. കാരണം എല്ലാത്തിനും കൂടേണ്ട അവനാ. അപ്പം അങ്ങനെ നമ്മുടെ എളിയ ബർത്ത്ഡേ ആഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീണ്ടും അപ്പം മമ്മിക്ക് 65-ാമത്തെ ഞങ്ങള് എല്ലാ ആരോഗ്യ അതും നേരുമാണ്, സൗഭാഗ്യങ്ങളും നേരുമാണ്. ഇനി ഒരുപാട് വർഷം ഇങ്ങനെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മമ്മി പ്രതീക്ഷിച്ചോ? ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മമ്മിക്ക് ബർത്ത്ഡേ ആണെന്ന് അറിയാമല്ലോ. മമ്മി എപ്പോഴാണ് ബർത്ത്ഡേ ആണ് മനസ്സിലാക്കിയത്? ബർത്ത്ഡേ ആണെന്ന് രാവിലെ തൊട്ടേ അറിയാതെ ഞാൻ മിണ്ടാതിരുന്നു. അപ്പൊ മമ്മി നമ്മളെ പറ്റിച്ചു. നമ്മുടെ ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്റെ കുട്ടീസ് എല്ലാം ഉറക്കത്തിൽ നിന്ന് വന്ന് ഏതായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഐഹാമാണ് നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വന്നതിന്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മ പിന്നെ ഉറങ്ങത്തില്ലല്ലോ. ഉമ്മ ഇങ്ങനെ നമ്മുടെ ഉറങ്ങാൻ നടക്കുവാണ്. അപ്പം ഇനിയും വേറെ വേറെ പല ബർത്ത്ഡേകളും വേറെ പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും എല്ലാവർക്കും ഗുഡ് ബൈ. ബൈ ബൈ. സാരി സംഭവം പൊളിഞ്ഞ് തുറന്നു നോക്കുവാണേ. എന്നത് അവസ്ഥ നോക്കട്ടെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല. ഇത് വലിയ സർപ്രൈസ് ആയിട്ട് എന്നെ ഉറക്കത്തിൽ വിളിച്ചുണർത്തി എന്റെ ഹാപ്പി ബർത്ത്ഡേ. ഉറക്കത്തിൽ എൻ്റെ മക്കളെല്ലാം കൊച്ചുമക്കളും കൂടെ വിളിച്ചുണർത്തി എനിക്ക് ഹാപ്പി ബർത്ത്ഡേ പ്രസന്റേഷൻ തന്നു. വളരെ വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടു. എനിക്ക് വളരെ സന്തോഷം. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നല്ല. എന്റെ മക്കൾ എനിക്ക് എന്റെ മോനും എന്റെ മോളും എടുത്തോണ്ട് വന്നു. വളരെ സന്തോഷം. ഇഷ്ടപ്പെട്ടോ? അവർക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യം നീട്ടി കൊടുക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്റെ മക്കൾക്ക് അള്ളാഹു ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ ആമീൻ.